ഹായ്, എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സാന്ത്വനം 2ൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡുകളെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. സാന്ത്വനം 2-ൽ മീനാക്ഷിക്ക് ഓഫീസിൽ നിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫയൽ കൊടുത്തിരിക്കുകയാണ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. മീനാക്ഷി അത് അത്രയും ശ്രദ്ധയോടെ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് അലമാരയിൽ സൂക്ഷിക്കുകയാണ്. പക്ഷേ മീനാക്ഷിക്ക് വലിയൊരു അബദ്ധം പറ്റുകയാണ്. മീനാക്ഷി ഫയൽ അലമാരയിൽ വെച്ചു, പക്ഷെ അത് പൂട്ടിയില്ല. വീട്ടിൽ ആരും അങ്ങനെ ഫയൽ വന്ന് എടുക്കാനൊന്നും ആരുമില്ല, പ്രത്യേകിച്ച് കള്ളന്മാരൊന്നും വരാനില്ല. എപ്പോഴും ദേവിയെടുത്ത് ഉണ്ടല്ലോ വീട്ടിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ട്. അപ്പോൾ മീനാക്ഷി അത് അവിടെ തന്നെ വെച്ച് പോവുകയാണ്. ദേവിയാണെങ്കിൽ എല്ലാവരുടെ കാര്യങ്ങളും അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും നടത്താണ് പണി. അപ്പോൾ മീനാക്ഷി പുറത്ത് ജോലിക്ക് പോയ സമയത്ത് ആകാശിൻ്റെ അടുത്തേക്ക് വരികയാണ്. ആകാശ്, നീ എന്തായിരുന്നു ജോലിക്കൊന്നും പോയില്ലേ? നിനക്കെന്താ ചായ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ആകാശ് പറയുകയാണ്, എനിക്കൊന്നും വേണ്ട ഏട്ടത്തിയെന്ന്. അപ്പോൾ മീനാക്ഷി ഇന്ന് നേരത്തെ പോയതല്ലേ, ഞാൻ നിനക്ക് ഡ്രസ്സെല്ലാം തേച്ച് തരാം, നീ പോയി കുളിച്ചിട്ട് വാ എന്ന് പറയാണ് ആകാശിൻ്റെ അടുത്ത്. അപ്പോൾ ആകാശ് പറയുകയാണ്, അതൊന്നും വേണ്ട ഏട്ടത്തി, ഞാൻ തന്നെ ചെയ്തോളാം എല്ലാം എന്ന്. അപ്പോൾ ദേവി പറയാണ്, നീ എന്നെ നിൻ്റെ സ്വന്തം അമ്മയുടെ പോലെ തന്നെ കാണണം കേട്ടോ, നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം എന്ന് പറയുകയാണ്. അപ്പോൾ ആകാശ് പറയുകയാണ്, ഞങ്ങളുടെ അമ്മയെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്ഥാനം ഏട്ടത്തി അമ്മയ്ക്ക് തന്നെയാണ് എന്ന്. അപ്പോൾ ദേവി പറയുകയാണ്, എന്നാൽ നീ ചെന്ന് കുളിച്ച് ഫ്രഷായി വാ, ഞാൻ ഷർട്ടെല്ലാം അയൺ ചെയ്ത് വെക്കാം അപ്പോഴേക്ക് എന്ന് പറയാണ്. അത് കേട്ട് ആകാശ് ഫ്രഷ് ആവാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് ദേവി ആകാശിൻ്റെ ഷർട്ടെല്ലാം അയൺ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോഴാണ് ദേവി കാണുന്നത് ഈ ഫയൽ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ദേവി ഫയൽ എടുത്ത് നോക്കുകയാണ്. ഇതിപ്പോൾ എന്ത് പേപ്പറാ എന്നൊക്കെ ദേവി പറയുന്നുണ്ട്. ദേവിക്ക് ഇംഗ്ലീഷ് വായിക്കാനൊന്നും അറിയാത്ത കാരണം ദേവിക്ക് അതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. അപ്പോൾ ദേവി പറയുന്നുണ്ട്, വല്ല വേണ്ടാത്ത പേപ്പറും ആയിരിക്കും. അപ്പോൾ ദേവിയുടെ കയ്യിൽ നിന്ന് ആ ഫയൽ താഴേക്ക് വീഴുകയാണ്. അപ്പോൾ പേപ്പറെല്ലാം അവിടെ ചിന്നി ചെതറി കിടക്കുകയാണ്. അപ്പോൾ ദേവി അതെല്ലാം അടിച്ചു വാരി കൂട്ടുന്നുണ്ട്. അപ്പോഴാണ് ബാലൻ വരുന്നത്. അപ്പോൾ ബാലൻ്റെ അടുത്ത് ദേവി പറയാണ്, ബാലച്ച, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാലനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. എന്നിട്ട് അവിടെയുള്ളവരുടെ എല്ലാവരുടെയും കുറ്റവും കുറവും എല്ലാം ബാലനെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ് ദേവി. അപ്പോൾ ബാലൻ്റെ അടുത്ത് ദേവി മറ്റൊരാളുടെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻ പറയുകയാണ്, അവനെങ്ങാനും എൻ്റെ കൈ കിട്ടിയ ഞാൻ അവനെ എന്ന് പറയാണ്. അപ്പോൾ ദേവി ചോദിക്കുകയാണ്, എന്ത് ചെയ്യും ബാലച്ച, ബാലച്ചൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലൻ പറയാണ്, ആ പേപ്പർ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങി ബാലൻ പറയാണ്, ഞാൻ അവനെ ഇങ്ങനെ വലിച്ച് പറിച്ച് 6 കഷ്ണങ്ങളാക്കി പിച്ച് ചീന്തി എറിയുമെന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ ഫുള്ള് കഷ്ണങ്ങളാക്കി എറിയുകയാണ് ബാലൻ. പക്ഷേ അവർക്ക് 2 പേർക്കും അറിയില്ല അത് എന്ത് പേപ്പറാണ്, ഇത് മീനാക്ഷി കൊണ്ടുവന്ന് വെച്ചതാണ്, ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫയലാണ് എന്നൊന്നും ഇവർക്ക് 2 പേർക്കും അറിയില്ല. അങ്ങനെ പിറ്റേ ദിവസം മീനാക്ഷിക്ക് ആ ഫയൽ പ്രസൻറ്റ് ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ മാഡം ചോദിക്കുന്നുണ്ട്, മീനാക്ഷി നാളെയാണ് അത് പ്രസൻറ്റ് ചെയ്യേണ്ട ദിവസം, നീ അത് കൊണ്ടുവരണം എന്ന് പറയുകയാണ്. അപ്പോൾ മീനാക്ഷി പറയാണ്, ശരി മാഡം, നാളെ ഞാൻ അത് കൊണ്ടുവരാമെന്ന് പറയുകയാണ്. പക്ഷെ മീനാക്ഷിക്ക് അറിയില്ല അത് ഇവർ പിച്ച് ചീന്തി കളഞ്ഞ കാര്യമൊന്നും. ഗോമതിയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്, അത് നാളെ എനിക്ക് വലിയൊരു ഫയൽ പ്രസൻറ്റ് ചെയ്യാനുണ്ട്, അത് ഞാനാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, എനിക്കത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്നൊക്കെ പറയുകയാണ് മീനാക്ഷി. അപ്പോൾ ഗോമതി പറയുകയാണ്, നിന്നെക്കൊണ്ട് പറ്റും മോളെ, നിന്നെക്കൊണ്ട് പറ്റാതെ പിന്നെ ആർക്ക് പറ്റാനാ നന്നായി പ്രസൻറ്റ് ചെയ്യാൻ. അപ്പം ഇത്രയും പറയുകയാണ്, ഏടത്തിക്കാണ് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുകയാണ്, നിങ്ങളെന്നെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുകയാണല്ലേ എന്ന്. പക്ഷേ മിത്ര പറയുകയാണ്, സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, അവിടെ ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നത് ചേച്ചിക്ക് തന്നെയാണ് എന്നാണ് പറയുകയാണ്. മീനാക്ഷി എന്നിട്ട് പിറ്റേ ദിവസം പോകാനുള്ള ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് വെച്ച് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നേരത്തെ തന്നെ പോകണം, നേരത്തെ ഓഫീസിലെത്തിയതെല്ലാം പ്രസൻറ്റ് ചെയ്യാനുള്ളതെല്ലാം ശരിയാക്കണം എന്നൊക്കെ പറയുകയാണ് മീനാക്ഷി. എന്നിട്ട് മാഡം വിളിച്ച് ചോദിക്കുകയാണ്, എന്താ മീനാക്ഷി, എല്ലാം ഓക്കെ അല്ലേ നാളെ പ്രസൻറ്റ് ചെയ്യാൻ എന്ന് പറയുകയാണ്. അപ്പോൾ മീനാക്ഷി പറയുകയാണ്, എല്ലാം റെഡിയാണ് മാഡം, നാളെ ഞാൻ 10 മണിക്കുള്ള പ്രോഗ്രാമിന് ഞാൻ 9:30 തന്നെ എത്തിയിരിക്കും എന്ന് പറയുകയാണ്. എന്നിട്ട് രാവിലെ മീനാക്ഷി പോവാൻ സമയമായപ്പോൾ ഫയൽ എടുത്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഫയൽ കാണുന്നില്ല. മീനാക്ഷി പറയുകയാണ്, ഞാനിവിടെ വെച്ചതായിരുന്നല്ലോ, അത് എവിടെ പോയി എന്ന് പറയുകയാണ്. എന്നിട്ട് മീനാക്ഷി എല്ലാവരെയും വിളിക്കുകയാണ്, അമ്മേ
ആകാശേ എല്ലാവരും വിളിക്കുകയാണ്, മിത്രേ ഓടി വായോ, എൻ്റെ ഫയൽ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഗോമതി പറയാണ്, നീ നേരെ നോക്ക് മോളെ, അവിടെ തന്നെ ഉണ്ടാവും, നീ ഇങ്ങനെ വെപ്രാളപ്പെട്ട് നോക്കുന്നത് കാരണമാണ് കിട്ടാത്തത്, നീ നേരെ നോക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ മീനാക്ഷി പറയണേ, ഇല്ല അമ്മേ, ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചത്, ഇപ്പോഴത് കാണുന്നില്ല എന്ന് അപ്പോൾ ദേവി ഇതെല്ലാം കേട്ടോണ്ട് വരികയാണ്. അപ്പോൾ ദേവി ചോദിക്കുകയാണ്, എന്താണ് പറ്റിയത്, എന്താ ഇവിടെ ബഹളം, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മീനാക്ഷി പറയുകയാണ്, ഞാൻ എൻ്റെ ഒരു ഫയലിൽ കുറച്ച് പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ദേവി പറയുകയാണ്, അത് എവിടെ പോകാൻ, അത് അവിടെ തന്നെ ഉണ്ട്, ഒരു പേപ്പറല്ലേ, അത് അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുകയാണ്. അപ്പോൾ മീനാക്ഷി പറയുകയാണ്, അത് വേറൊരു പേപ്പറല്ല, അത് വലിയൊരു പ്രൊജക്റ്റാണ്, അതെനിക്കിന്ന് സബ്മിറ്റ് ചെയ്യാനുള്ളതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ദേവി പറയാണ്, അയ്യോ അതെനിക്കറിയില്ലായിരുന്നു, നേരെ തിരഞ്ഞു നോക്ക്, കട്ടിലിൻ്റെ അടിയിൽ എങ്ങാനും പോയിട്ടുണ്ടോയെന്ന് അറിയില്ലല്ലോ, എല്ലായിടത്തും തിരഞ്ഞു നോക്ക് എന്ന് പറയുകയാണ് ദേവി. അപ്പോൾ എല്ലാവരും കൂടി വീട് മൊത്തം തെരച്ചിൽ നടത്തുകയാണ്. മീനാക്ഷിക്ക് അപ്പോഴേക്കും ടെൻഷനായിട്ട് തല ചുറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദേവി ചോദിക്കുകയാണ്, അത് എങ്ങനത്തെ പേപ്പറാണ് മീനാക്ഷി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മീനാക്ഷി പറയുകയാണ്, അതിൽ ഞാനൊരു സൈനൊക്കെ ചെയ്തിട്ടുള്ള പേപ്പറാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ദേവിക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്, ഇനി ആ പേപ്പർ എങ്ങാനും ആയിരിക്കുമോ ഈ പേപ്പർ എന്ന് പറയുകയാണ് ദേവി. ദേവി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇനി ബാലച്ചൻ കീറിക്കളഞ്ഞ പേപ്പർ എങ്ങാനും ആണോ ഈ പേപ്പർ എന്ന് പറഞ്ഞിട്ട് ദേവി പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് ബാലൻ വരുന്നത്. അപ്പോൾ ബാലനോട് ദേവി പറയുകയാണ്, ഇങ്ങനെ മീനാക്ഷിയുടെ ഒരു പേപ്പർ കാണുന്നില്ല ഓഫീസിലത്തെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ബാലൻ പറയാണ്, അതിനെന്താ, ആ പേപ്പർ കാണുന്നില്ലെങ്കിൽ എന്താ, ഓഫീസിൽ വേറെ പേപ്പർ കൊടുക്കാമല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ദേവി പറയുകയാണ്, അത് പറ്റില്ലെന്നാണ് പറയുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണെന്നാണ് പറയുന്നത് എന്ന് പറയുകയാണ്. മീനാക്ഷിയുടെ ജോലി വരെ പോകാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് എന്ന് പറയാണ് ദേവി. അപ്പോൾ ബാലൻ പറയാണ്, അയ്യോ മോളെ നീ ഇങ്ങോട്ട് മാറി, ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് മീനാക്ഷിയുടെ അടുത്ത് ചെന്ന് പറയാണ്. അപ്പോൾ ദേവി ബാലന്, ബാലച്ച ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ബാലൻ്റെ അടുത്ത് പറയാണ്, നമ്മൾ ഇന്നലെ കീറിക്കളഞ്ഞ പേപ്പർ എങ്ങാനും ആണോ ഇനി മീനാക്ഷിക്ക് വേണ്ടത് എന്ന് പറയാണ്. അപ്പോൾ ബാലൻ പറയാണ്, അയ്യോ മോളെ നമ്മൾ ഇന്നലെ അത് എവിടെയാണ് ഇട്ടത് എന്ന് പറയാണ്. അപ്പോൾ ദാ അവിടെ പുറത്താണ് കൊണ്ടുപോയി ഇട്ടത് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അത് തിരയാൻ വേണ്ടി പുറത്ത് പോവുകയാണ്. അപ്പോൾ അവിടെ അത് കുറേ കഷ്ണങ്ങൾ 10-16 കഷ്ണങ്ങളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ബാലൻ പറയാണ്, അയ്യോ മോളെ ഇത് 10-16 കഷ്ണമായിട്ടുണ്ടല്ലോ, ഇതിനി എന്താ നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവരവിടെ ആ പേപ്പറെല്ലാം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം മിത്ര വന്ന് കാണുന്നുണ്ട്, ഇവരെന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് പറയുകയാണ് മിത്ര. അപ്പോൾ ദേവി പറയുകയാണ്, ഈ പേപ്പർ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കാൻ പറ്റുമോ, ബാലച്ചൻ്റെ പരിചയത്തിലുള്ള ആരെങ്കിലും വിളിച്ചിട്ട് ഇതൊന്ന് ശരിയാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സംസാരിച്ച് ശരിയാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലൻ പറയുകയാണ്, എനിക്കങ്ങനെ വലിയ വലിയ ആളുകളായിട്ടൊന്നും പരിചയമില്ല മോളെ, മോളുടെ അച്ഛന് വലിയ വലിയ ആളുകളായിട്ടൊക്കെ പരിചയമുണ്ടല്ലോ, മോളൊന്ന് വിളിക്ക്, എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തരാൻ പറ എന്ന് പറയുകയാണ് ബാലൻ. അപ്പോൾ ദേവി വിചാരിക്കുകയാണ്, അയ്യോ ഞാൻ പെട്ടല്ലോ എന്ന്. അപ്പം എന്നിട്ട് ബാലൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ അച്ഛനൊന്ന് വിളിച്ച് നോക്കട്ടെ ബാലച്ച എന്ന് പറയുകയാണ് ദേവി. മീനാക്ഷിയുടെ ജോലി പോകുന്ന കാര്യമാണ്, ഇതെങ്ങാനും മീനാക്ഷി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾക്കത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല, അത് കാരണം ഇതെങ്ങനെയെങ്കിലും ശരിയാക്കണം എന്ന് പറയുകയാണ് ബാലൻ. ഇത് ഈ ഗോമതിക്കും മിത്രയ്ക്കും ഏറെക്കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. ബാലനും ദേവിയും കൂടിയാണ് ഇത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. മീനാക്ഷിയുടെ ജോലി പോവോ അതോ അതിനെ എങ്ങനെയെങ്കിലും ബാലൻ മീനാക്ഷിയെ രക്ഷിക്കുമോ എന്നെല്ലാം നമുക്കറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മളുടെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.